എൻ്റെ പേര് അമൽ ഉണ്ണികൃഷ്ണൻ, അല്ല CA അമൽ ഉണ്ണികൃഷ്ണൻ. വൺസ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ പേര് പറയും അതിന് മുന്നേ CA ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഞാൻ 2018 CA പഠിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ആഗ്രഹം തുടങ്ങിയത് ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ശരിക്കും എങ്ങനെയാണ് ഈ ആഗ്രഹം വരുന്നത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതൊരു തമാശയാണ്, പക്ഷേ എനിക്കത് ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമാണ്. ഞാൻ ജ്യോതിഷത്തിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല, എങ്കിൽ കൂടി ഞാൻ CAയിലോട്ട് വരുന്നത് ഒരു ജ്യോതിഷി എൻ്റെ ജാതകം നോക്കിയിട്ട് ഞാൻ ഒരു CAക്കാരനാകുമെന്ന് പറഞ്ഞതിൻ്റെ ബേസിലാണ്. ഇന്ന് ഞാനതിൽ ഭയങ്കര സന്തോഷം അറിയുന്നുണ്ട്. ബിക്കോസ് അന്ന് 6ാം ക്ലാസ് പഠിക്കുന്ന എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ CAനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ അന്ന് മുതൽ ഇന്ന് പാസ്സാവുന്ന നിമിഷം വരെ കഷ്ടപ്പെട്ട് പഠിക്കില്ലായിരുന്നു. ഞാൻ CPTക്ക് ജോയിൻ ചെയ്ത സമയത്ത് അന്നൊക്കെ CA എന്ന് പറയുന്ന ഒരു കോഴ്സിനെ ഭയങ്കരമായ അതിൻ്റെ ഒരു ആഴമോ വ്യാപ്തിയോ അതിൻ്റെ ഒരു ഭംഗിയോ എന്ന് അറിഞ്ഞുകൊണ്ട് പഠിക്കാവുന്നതല്ല. ഇങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നു. പക്ഷേ CPT പാസ്സായി കഴിഞ്ഞ് ഇൻ്ററിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് ഒരു CAക്കാരനെന്നും ആ CAക്കാരൻ്റെ ആ സ്റ്റാറ്റസിനുള്ള ഒരു ഡിഗ്നിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നെ അത് നേടിയെടുക്കാനുള്ള ഒരു വാശിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇൻ്റർ നന്നായിട്ട് പഠിച്ചു. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്നായിരുന്നു. ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ നിന്നായിരുന്നു ഞാൻ എൻ്റെ എല്ലാ ഹയർ സെക്കൻഡറിയും അതുപോലെ തന്നെ ഹൈസ്കൂളും ഒക്കെ പഠിച്ചത്. അതിനുശേഷം CPT പഠിച്ചു. CPT ഭയങ്കരമായ ഒരു എഫേർട്ട് ഇട്ട് പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് CPT പാസ്സായി, ആ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻ്റർ എത്തിയ സമയത്ത് നമ്മൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് തുടങ്ങി. ഇൻ്റർ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ബോത്ത് ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതിനുശേഷം കണ്ണൂരിൽ നിന്നായിരുന്നു ഞാൻ എൻ്റെ CPTയും ഇൻ്ററൊക്കെ പഠിച്ചത്. അതിനുശേഷം ഞാൻ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെയായിരുന്നു ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത്. ആർട്ടിക്കിൾഷിപ്പിൻ്റെ 3 വർഷമാണ് ഏതൊരു CA സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായ 3 വർഷങ്ങൾ. കാരണം ബാക്കി നമ്മളെ ഫ്രണ്ട്സൊക്കെ ചിലപ്പം ഡിഗ്രിക്കോ ഏതെങ്കിലും കോളേജിലൊക്കെ പോയി അടിച്ചു പൊളിക്കുമ്പം നമുക്കാകെ അടിച്ചു പൊളിക്കാൻ കിട്ടുന്നത് ഓഫീസും അത് കഴിഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ കൂടെയുള്ള പുറത്തു പോക്കും പ്രിൻസിപ്പളിൻ്റെ കൂടെയുള്ള പുറത്തു പോകലൊക്കെയാണ്. സോ ആർട്ടിക്കിൾഷിപ്പാണ് ഞാൻ പറയുന്നത് ഒരു CA സ്റ്റുഡൻറ്റിൻ്റെ CA ലൈഫിൽ ഏറ്റവും മനോഹരമായ ടൈം ഉണ്ടാകുന്നത്. അതിനുശേഷം ഞാൻ CA ഫൈനലിലോട്ട് ജോയിൻ ചെയ്തു. CA ഫൈനലിലോട്ട് ജോയിൻ ചെയ്യുന്നത് ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞ് ആ ഒരു അവസാനത്തോട്ടാവുന്ന സമയത്തായിരുന്നു. സോ ഹാർഡ്ലി ഒരു 3 മാസമായിരുന്നു എനിക്ക് ബോത്ത് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടിയിരുന്നത്. ആ 3 മാസം പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരും എന്നോട് പറഞ്ഞു, എടാ ബോത്ത് ഗ്രൂപ്പ് നോക്കണ്ട, ഒരു ഗ്രൂപ്പിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ബോത്ത് ഗ്രൂപ്പ് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ സമയത്തും ചില സമയത്ത് നമ്മളൊരു ഈഗോ ഹേർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, നമ്മളെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറയുന്ന സമയത്ത്. അതാണ് CA ഫൈനലിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ പറ്റൂല എന്നെല്ലാവരും പറഞ്ഞതിൻ്റെ വാശിയിലാണ് കഷ്ടപ്പെട്ടിരുന്ന ബോത്ത് ഗ്രൂപ്പ് പഠിച്ചത്. അങ്ങനെ ഈ 2022 എനിക്ക് ബോത്ത് ഗ്രൂപ്പ് നവംബർ അറ്റംപ്റ്റിൽ പരീക്ഷ എഴുതാനും 23 ജനുവരിയിൽ പാസ്സാവാനും സാധിച്ചു. സോ അങ്ങനെ ഞാനിന്നൊരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. സോ അങ്ങനെ CA ജേണി എന്ന് പറയുമ്പോൾ ഇത് വളരെ മനോഹരമാണ്. ഈ ഒരു പ്രൊഫഷൻ നമുക്ക് സമ്മാനിക്കുന്നത്, പാസ്സായി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിമനോഹരമായൊരു ഫ്യൂച്ചറാണ്. നമ്മൾ പുറകെ നിന്ന് ആലോചിക്കുന്ന സമയത്ത് CPT മുതൽ CA ഫൈനൽ വരെയുള്ള ജേണി ആലോചിക്കുന്ന സമയത്ത് അവിടെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, പഠിക്കേണ്ട ബുദ്ധിമുട്ടുകളുണ്ട്, ആർട്ടിക്കിൾഷിപ്പിൽ ഇടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ക്വാളിഫൈ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കര മനോഹരമാണ്. സോ എനിക്ക് ഒരു കാര്യം മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ, നിങ്ങൾ CA ആയിക്കോട്ടെ ഇനി ഏത് കോഴ്സ് ആയിക്കോട്ടെ പഠിക്കുന്നത്, നിങ്ങൾ 100% എഫേർട്ട് ഇടുക. ഒരിക്കലും ഒരു പോയിന്റിൽ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പഠിക്കായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാൽ ഞാൻ പാസ്സാവുമായിരുന്നു, അങ്ങനെ ഒരു കുറ്റബോധം തോന്നരുത്. നമ്മൾക്ക് നാളെ ആലോചിക്കുന്ന സമയത്ത് നമ്മളെ ചതിച്ചു എന്നൊരു തോന്നലുണ്ടാവരുത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ 100% പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഫെയിൽ ആവുകയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. പക്ഷേ ഞാൻ നാളെ ആലോചിക്കുന്ന സമയത്ത് 1 മണിക്കൂർ കൂടി പഠിച്ചെങ്കിൽ പാസ്സാകുമായിരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് ആരുടെ കാര്യത്തിലും. സോ ട്രൈ ഹാർഡ്, മേക്ക് ഓൾ യുവർ ഡ്രീം ഫുൾഫിൽ.